ഹായ്, വെൽക്കം ബാക്ക്. ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കമൻസിൽ എല്ലാവരും കുറേ പുതിയ ആൾക്കാർ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ സഹായിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കുറച്ച് ഡിഷസ് ഞാൻ റെഡിയാക്കി ക്യൂരേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. I'm Abida Rashid and this is my art of daily cooking. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരു മട്ടൻ വരട്ടിയത്, ഇതാണ് ഒരുപാട് ആൾക്കാരുടെ കമൻസിൽ ചോദിച്ചത്, മട്ടൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മട്ടൻ കുരുമുളക് ഇട്ട് വരട്ടിയതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇത് ഓപ്പൺ ഇതിലാണ് ചെയ്യുക. ലൈക്ക് ഈ പ്രഷർ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയറും മട്ടൻ കുറച്ചും കൂടി സോഫ്റ്ററും ആവുക. അത് കാരണം ആ ഒരു മെത്തേഡിൽ തന്നെ ഡെയിലി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ ചെയ്യുക. അതിന് ഞാൻ വാങ്ങിയത് മട്ടനാണ്. മട്ടൻ വാങ്ങുന്ന സമയത്ത് നല്ല ഇളയ മട്ടൻ നോക്കി വാങ്ങണം. ഇളയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കസ് ഓവർ സൈസ് ആവരുത്. ലൈക്ക് ഒരു ആട് റൗണ്ട് അബൌട്ട് 8 to 10 കിലോസിൻ്റെ ഉള്ളിലുള്ള ആട്, 8 മതി, 8 കിലോസിൻ്റെ ഉള്ളിലുള്ള ഫുൾ ആട്. അതിൻ്റെ കൈ, കാല്, അങ്ങനെ പല ഭാഗത്തിനും പല ടേസ്റ്റാണ്, പല വേവാണ്. അപ്പോൾ കഴിയുന്നതും മുന്നിലെ കൈ വാങ്ങുമ്പം അതത്ര സ്ട്രോങ് ആയിരിക്കില്ല, മീറ്റ് സോഫ്റ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ മീറ്റിൽ നമ്മൾ ബുച്ചറെടുത്ത് ആദ്യം തന്നെ പറയണം, എനിക്ക് കറി കട്ടാണ് വേണ്ടത്, ബിരിയാണി കട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ബോൺ ഉള്ളത് വേണം. അത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് എന്തിനാവശ്യമുള്ള മീറ്റാന്നുള്ളത് ബുച്ചറോട് പറഞ്ഞാലേ. ഈ ബുച്ചറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ കുക്കിംഗ്. ബിക്കോസ് ബുച്ചറിയിൽ ഈ മീറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റീക്കിനൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്ത് അതൊരു ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്യണം. ബിരിയാണിക്കാണെങ്കിൽ പീസസ് കുറച്ചും കൂടി ചങ്കായിട്ട് വേണം. ബിക്കോസ് ബിരിയാണിയിൽ ചെറിയ ചെറിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഒരുപാട് സമയമുള്ളതാണ്. ഈ ഓരോ മീറ്റിനും അതിൻ്റേതായ ബുച്ചറി വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആണാട്, പെണ്ണാട്, ചെമ്മരിയാട്, പിന്നെ അങ്ങനെയൊക്കെ പല ജാതി ആടുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്നത് നാടൻ ആടാണ്. അതിനെ ആടിൻ്റെ ഇറച്ചി നമ്മൾ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിനെ ആ കർക്കസ് കാണുമ്പോൾ വാലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. വാലിൻ്റെ അടിയിൽ ഒരു കറുപ്പ് കളറ് ഇതുണ്ടാവും, രോമം ഉണ്ടാവും. അതാവുമ്പോൾ അത് കോലാട് എന്ന് മനസ്സിലാവുക. അത് മാത്രമല്ല, അതാണാണോ പെണ്ണാണോ എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ അതിൻ്റെ പ്രൈവറ്റ് ഇതായിട്ടുള്ള പാർട്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് കണ്ട ആണാണോ പെണ്ണാണ്. ഈ പെണ്ണാട് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ചൂര് മണം ഉണ്ടാവും, സ്മോൾ സ്മെൽ വിച്ച് അവോയ്ഡ്സ് യു ഫ്രം ലൈക്കിങ് മട്ടൺ. അപ്പോൾ ഇതെല്ലാം നോക്കി ചെയ്യുകയാണെങ്കിൽ മട്ടൻ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ചെറിയ മട്ടൻ ആണെങ്കിൽ നമുക്ക് കുക്കിങ്ങിൽ ഒന്നും കൂടി വേഗം സോഫ്റ്ററായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മട്ടൻ. ഞാനിതിപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ ആണ് ഉപയോഗിക്കുന്നത്. 1/2 കിലോ മട്ടൻ ഒരു 12 to 14 പീസസ് ഉണ്ടാവും. അപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 6 ആൾക്കെല്ലാം സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ മട്ടനിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഇത് AR ഫ്ലേവർ മസാല. ഇത് ഞങ്ങൾ കടലക്ക കറിക്ക്, ബീഫ് കറിക്ക്, മട്ടൻ കറിക്ക് എല്ലാ ഒരു ബ്രൗൺ കളറായിട്ടുള്ള എല്ലാ കറീസിനും ഉപയോഗിക്കേണ്ട ഒരു മസാലയാണ്. അപ്പോൾ ഇത് AR ഫ്ലേവർ. ഇതിൽ കൂടുതൽ മല്ലി, മുളക്, മഞ്ഞൾ ഇതൊക്കെയാണ്. ഇതിൽ ഏലക്ക, പട്ട, പൂ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ ചോദിക്കും ഇതാണോ ബിരിയാണി മസാല? അല്ല. ഗരം മസാല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക ഇതെല്ലാം കൂട്ടി പൊടിച്ചതാണ് ഗരം മസാല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇത്ര മട്ടനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺസ് ഓഫ് ഈ മസാല, ARൻ്റെ ഫ്ലേവർ മസാല, മല്ലി മസാല. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്ന മീറ്റ് മസാല അല്ലേ, പല കമ്പനീസിൻ്റെ മീറ്റ് മസാലാസും ഉപയോഗിക്കാം. അതിൽ നോട്ട് എ പ്രോബ്ലം. ഇതിൻ്റെതല്ലാത്ത കമ്പനീസ് എല്ലാം ഇറക്കുന്നുണ്ട് മീറ്റ് മസാല. ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് മതി. ബിക്കോസ് ഞങ്ങൾ പെപ്പർ, ഗ്രീൻ ചില്ലി ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, അത് മുളക് പൊടി മതി. ARൻ്റെ മസാല അല്ലെങ്കിലും യു ക്യാൻ യൂസ് മുളക് പൊടി. ഇതിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു പേരിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഈ മട്ടന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം. ഇത്രയും മസാല കൂട്ടിയിട്ട് നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. ഈ മട്ടൻ പറഞ്ഞ മാതിരി ഇത് ഇളയ മട്ടനാണ്.
അതുകൊണ്ട് നമുക്കൊരു കുക്കറിലൊരു 3 എക്സ്റ്റെൻഡഡ് വിസിലിൽ ഇത് റെഡിയാവും. ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇത് കുക്കർ ഇല്ലാണ്ട് വേവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിട്ട് വേവിക്കുക. കുറച്ച് ചൂടുവെള്ളം അവിടെ റെഡിയാക്കി വെക്കുക. എപ്പോൾ വെള്ളം കുറയുന്നു അപ്പോൾ വെള്ളം കൂടുതൽ ചേർത്തി കൊടുക്കുക. ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്യുന്ന പ്രോസസ്സിൽ പച്ച വെന്തുകൊണ്ടിരിക്കുന്ന ചൂടുള്ള സാധനത്തിലേക്ക് തണുത്തതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറായിട്ടുള്ള വെള്ളമോ ഒഴിക്കാൻ പാടില്ല. എപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രഷർ കുക്കറിലായതുകൊണ്ട് മോർ ഓഫ് വാട്ടർ വിൽ ബി അക്യൂമുലേറ്റഡ്. പ്രഷറൈസ് കുക്കിങ്ങിൽ എന്താ ഉണ്ടാവാറ് സാധാരണ, ആ വേപ്പർ അവിടെ അറസ്റ്റഡ് ആണ്. ആ വേപ്പർ ഇതിൻ്റെ മേലേക്ക് വരും, അത് വീണ്ടും ആ കറിയിലേക്ക് തന്നെ പോകും. അപ്പോൾ കുക്കറിൽ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും വെള്ളം കൂടി വരും. അത് മനസ്സിലാക്കിയിട്ട് വേണം കുക്കറിൽ വെള്ളം കൊടുക്കാൻ. എപ്പോൾ കറി ഒരു കപ്പ് കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ അത് അരക്കപ്പിലെ വെള്ളം ചേർക്കാൻ പറ്റൂ. ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം പല ഇതിൽ നിന്നും വരും. തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നും കുക്കറിൻ്റെ ഇവാപ്പറേഷനിൽ നിന്നും, അല്ലെങ്കിൽ കോൾഡ് മീറ്റ് ആണെങ്കിൽ, ഫ്രോസൺ മീറ്റ് ആണെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് സോഫ്റ്റ് ആയാലും അതിന് പിന്നെയും വെള്ളം വരും. അപ്പോൾ ചില ആൾക്കാർ കുക്ക് ചെയ്താൽ പറയും കുറേ വെള്ളമുണ്ട്, അത് അത് താത്തിയെടുക്കാൻ എത്രയോ സമയം വേണം ആ വെള്ളം കുറച്ചെടുക്കാൻ. അതിന് അഥവാ അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മീറ്റ് നല്ലോണം വന്നതാണ്, മീറ്റ് മാറ്റി വയ്ക്കുക, എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക. അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോൾ മട്ടനോ ചിക്കനോ എന്ത് മീറ്റ് കുക്ക് ചെയ്യുമ്പോഴോ. അപ്പോൾ കുക്കറിന് ഒരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. മീൻ വൈൽ നമുക്ക് ഇതിൻ്റെ ഒരു മസാലയുടെ തയ്യാറെടുപ്പ് നോക്കാം. ബിക്കോസ് മസാല സോട്ടേ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുക്കറിൽ ഒരു 3 വിസിൽ വരട്ടെ. മീൻ വൈൽ നമുക്കിത് ചെയ്യാം. ഇതിൻ്റെ മസാല റെഡിയാക്കി വയ്ക്കാം. അപ്പം മസാലയിലേക്ക് നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഇതിലൊരു ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേരള സ്റ്റൈൽ കുക്കിംഗ് മട്ടൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ലോട്ട് ഓഫ് കോക്കനട്ട് ഓയിൽ. ബട്ട് ഇഫ് യു ആർ നോട്ട് എ കോക്കനട്ട് ഓയിൽ പേഴ്സൺ ആൻഡ് യു ഡോണ്ട് ലൈക്ക് ദറ്റ് ഫ്ലേവർ, അതിന് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ ആ ഫ്ലേവർ മാറും. Again, if you don't want to use coconut oil, whatever cooking media of oil you use, you can use that and flavor it with a little bit of ghee. ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തത്, ഇതിലേക്ക് കുറച്ച് ഗീ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഒരു പുതിയ ഫ്ലേവർ. ബിക്കോസ് കേരളക്കാർക്ക് എല്ലാം കോക്കനട്ടി ഫ്ലേവർ അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗിവ് എ സ്മോൾ ചേഞ്ച്. ആബിദ റഷീദിൻ്റെ റെസിപ്പീസ് കൂടെ ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റ്, അതിനാണ് ഒരു ലേശം ഗീ. കുറേയൊന്നും വേണ്ട, കുറച്ച് മതി ഫ്ലേവർ ചേഞ്ചിന് മാത്രം. ഓക്കെ, ഇത് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു ഓട് പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പഴയ പാത്രം എനിക്ക് കിട്ടിയതാണ്. ബട്ട് ഐ എം ട്രൈങ് ടു മേക്ക് ഓൾ ദ റിപ്ലിക്കാസ് ഓഫ് ദീസ് പാത്രങ്ങൾ. അറ്റ്ലീസ്റ്റ് ഇത് അവൈലബിളായി. കുറേ നമ്മളുടെ നാട്ടിലുള്ള മൂശാരിയും ആശാരിയും എന്നൊക്കെ പറഞ്ഞ് പല ജാതി ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ പാത്രമൊന്നും ആരും വാങ്ങാത്തതുകൊണ്ട് അവരൊക്കെ തൊഴിലില്ലാണ്ട് ആയിപ്പോയി. പക്ഷേ ഇതൊക്കെ എത്ര വേർത്താണെന്നറിയോ? ഒരു പാത്രം 3-4 ജനറേഷൻ ഉപയോഗിച്ചാലും ഒന്നും ആവില്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സോ ഹെൽത്തി. ബട്ട് ഇതെല്ലാം വാങ്ങുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ബിക്കോസ് ഇതൊക്കെ ഒരു കിലോന് ഇപ്പം 1800, 1500 ഒക്കെ മേലോട്ടുണ്ട് വില പ്യോറിന്. അപ്പോൾ ഒരു പാത്രം ആയി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 3 കിലോ, 2.5 കിലോ, 3 കിലോ പാത്രം വരും. അതിൻ്റെ ശേഷം അതിൻ്റെ മേക്കിംഗ് ചാർജും അതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു 5-6,000 ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങാൻ പറ്റുള്ളൂ. ഇത് വാങ്ങിക്കഴിഞ്ഞാലോ നോൺ സ്റ്റിക്ക് മാതിരി എല്ലാ കൊല്ലം ഒന്നും മാറ്റണ്ട. യു പാസ് ഇറ്റ് ഓൺ ടു യുവർ ജനറേഷൻസ്. നെക്സ്റ്റ് ആൻഡ് നൗഡേയ്സ് ഇതിന് അടുപ്പ് തീ വേണം നിർബന്ധമില്ല. ഈവൻ ഓൺ ഗ്യാസ് ഇറ്റ് ഇസ് സോ ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ എണ്ണ ഇപ്പോൾ ചൂടായി. എണ്ണ ചൂടായിലേക്ക് എനിക്കിഷ്ടം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 1 കപ്പ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പണിയുള്ള കാര്യമാണ്. അതിന് പകരം വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. നമുക്ക് ഒരു വിസിൽ വന്ന് നമുക്കതൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് വയ്ക്കാം. ബിക്കോസ് ഐ വാണ്ടഡ് എക്സ്റ്റെൻഡഡ് വിസിൽസ്. ഒക്കെ എപ്പോൾ ഞാൻ പറയും 4 സൂസു വിസിൽ വന്നാൽ വേവില്ല, എക്സ്റ്റെൻഡഡ് വിസിൽ വരണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ചുരുക്കി വെച്ച് ഇനിയത്തെ വിസിലിന് കുറച്ച് ടൈം എടുക്കും. മീൻ വൈൽ ചെറിയ ഉള്ളി കേട്ടോ ഒന്ന് വാട്ടിയെടുക്കാം. ഇതില്ലേ ചെറിയ ഉള്ളിക്ക് എന്താ വ്യത്യാസം? ഉള്ളിയൊക്കെ ഒന്ന് തന്നെയല്ലേ അല്ല. ഈ ഉള്ളിക്ക് കുറച്ചും കൂടിയും അതിൻ്റെ ഈ കാരമൊക്കെ കൂടുതലാണ്, ഫ്ലേവർ കൂടുതലാണ്. പക്ഷേ ഇത് ജോലി കൂടുതലായതുകൊണ്ട് മിക്ക ആൾക്കാരും ഇത് യൂസ് ചെയ്യില്ല. ഇനി ഇഫ് യു ഡോണ്ട് ഹാവ് ദ ടൈം, ഹാഫ് വലിയ ഉള്ളിയും ഹാഫ് ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല.
ഒരു 1-1.5 കപ്പ് ഉള്ളി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ഗ്രേവി യു വോണ്ട്. ഗ്രേവി ഇല്ലാണ്ട് ഭയങ്കര ടൈറ്റായിട്ട് വേണമെങ്കിൽ ഉള്ളി പച്ചമുളകൊക്കെ കുറയ്ക്കുക. കുറച്ചും കൂടി ഒരു വരട്ടിയ ഗ്രേവി വേണം. ഒരു നെയ്ച്ചോറോ ഒരു പത്തിരിയൊക്കെ തിന്നണമെങ്കിൽ കുറച്ചൊരു ഗ്രേവി വേണം. അപ്പോൾ അതിനെന്താ ചെയ്യണ്ടേ? നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. മീറ്റ് അധികം ഇല്ലെങ്കിലും മസാലയാണ് നമുക്ക് ആവശ്യം. ഉള്ളി ഒന്ന് വഴറ്റി വരണം. പിന്നെ ആസ് സെഡ് ഉള്ളി വഴറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എല്ലാ ഭാഗവും എല്ലാ ഉള്ളിയും ഒരേ കളറാവണം. കുറച്ചുള്ളി ചുവപ്പ് കുറച്ചുള്ളി വെള്ള പറ്റൂല. ഇപ്പം ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല. അതൊക്കെ വേണം. പക്ഷേ ആ സ്റ്റേജസ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇഞ്ചി ഇട്ടാൽ എന്താവുമെന്നറിയോ? അതെല്ലാം ഈ ഓട്ടിൽ പറ്റിപ്പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചമുളക് ഇതുമെല്ലാം വരുമ്പോഴത്തേക്ക് ആ ഇഞ്ചി ആകെപ്പാടെ എല്ലാം സ്റ്റക്കാവും, വെളുത്തുള്ളിയും. അപ്പോൾ അത് കരിയാൻ തുടങ്ങും. അപ്പോൾ എന്തായി? അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് റിയൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ എല്ലാ ഫ്ലേവേഴ്സും കറക്റ്റായിട്ട് കിട്ടിയാലേ നമ്മളെ കറി ആസ് എ ഹോൾ ശരിയാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ വർത്തമാനം പറയുമ്പോഴത്തേക്ക് ഉള്ളി ഈ സൈഡിലെല്ലാം കരിഞ്ഞു പോകും. ഞാൻ ശ്രദ്ധിക്കുക. ആ ഉള്ളീൻ്റെ മൂപ്പ്, അതിൻ്റെ മണം അതെല്ലാം ആസ്വദിക്കുക. ഇതൊരു ഒരു ഒരു ടെൻഷനുള്ള ജോബല്ല. കേട് വന്നാലും ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിന് ഫസ്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർ അത് കേട് വന്നുപോയി, ഇത് കൂടിപ്പോയി, എവറിത്തിങ്. നമ്മളിപ്പോൾ ഒരു സ്പെല്ലിങ് പഠിക്കുമ്പോൾ ആ സ്പെല്ലിങ് കറക്റ്റ് ആവണമെങ്കിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തണ്ടേ? എത്ര കൊല്ലം പഠിച്ചിട്ടാണ് ആ സ്പെല്ലിങ് പഠിക്കുന്നത്? അതേമാതിരി തന്നെ ഇതും ഒരു പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ഞാൻ കുക്കാവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ സ്ലോലി യു ബിഗിൻ ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ആൻഡ് ഫെയിലിയേഴ്സ് മേക്ക് യു ഡു ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം. ഓക്കെ. അപ്പോൾ എൻ്റെ ഉള്ളിയിൽ ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടാൻ തുടങ്ങി. പക്ഷേ ഉള്ളീൻ്റെ കളറ് ചോക്കാൻ പാടില്ല. ഐ വോണ്ട് ഇറ്റ് ട്രാൻസ്പെറൻറ്റ്. നമ്മൾ ഉള്ളി എപ്പോഴാണ് ചോപ്പിക്കുക? ഉള്ളി ചുവപ്പ് കളറാവുന്നത് എപ്പോഴാണ്? എപ്പോൾ നമ്മൾ അതിനെ കൊണ്ട് തടുക്ക ചെയ്യുമ്പോൾ. തടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ലാസ്റ്റ് കറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളിയോ അല്ലെങ്കിൽ ചുവന്ന മുളകോ കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കൂലേ, അതിനാണ് തടുക്കുക എന്ന് പറയുക. ആ സ്റ്റേജിൽ നമുക്ക് ഉള്ളിക്ക് ചുവപ്പ് വേണം. പക്ഷേ നമ്മളൊരു കുക്കിംഗ് സ്റ്റേജിൽ നമുക്ക് ഉള്ളി ഒരിക്കലും ചുവപ്പ് വേണ്ട. ഈ പാത്രത്തിൻ്റെ സൗണ്ട് എന്ത് രസമാണ്! അതിൻ്റെ വൈബ്രേഷൻ കണ്ടോ? that is a soothner to your ears. ചടാ പടാ ഇല്ല. ആൻഡ് ദിസ് പർട്ടിക്കുലർ ചേട്ടക്കയിൽ ഞാനിങ്ങനെ ഉരയ്ക്കുമ്പോൾ എത്ര ഇതിലാണ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ്, അതിൻ്റെ സൗണ്ട് സോഫ്റ്റ്. ഓക്കെ, നൗ മൈ ഉള്ളി ഈസ് റെഡി. ഇപ്പം ഞാൻ ഇതിനാവശ്യമുള്ള വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളിയിലെ ഈ തോലൊന്നും കളയണ്ട. ആ തോലെല്ലാം നല്ലതാണ്. അത് നല്ലോണം ചതുക്കി കഴിഞ്ഞാൽ ആ തോല് വെളുത്തുള്ളി തിന്നാന്നുണ്ടെങ്കിൽ പിന്നെ തോല് തിന്നാൻ പാടില്ല എന്നുണ്ടാ. അപ്പോൾ അതൊക്കെ ഒരു ഫൈൻനെസ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇഞ്ചിയും അതേമാതിരി തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്താൽ മതി. ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇടാം. ബേസിക്കലി എല്ലാ കറിയിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ തന്നെയാണ്. പക്ഷെ ഓരോ കറിയിലും അത് എപ്പോൾ ഇടണം, എങ്ങനെ ഇടണം, അതെന്ത് വാട്ടണം, എങ്ങനെ ഇതാക്കണം, അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പം നമുക്ക് ഈ ഉള്ളി പച്ചമുളകും ഇതും നല്ലൊരു മണം വരുന്നുണ്ട്. ആ ചെറിയ ഉള്ളിയാകുമ്പോൾ ഒരു സ്ട്രോങ്ങർ സ്മെല്ലാണ്. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ബിരിയാണിയിലുള്ള വാസനയും ഇതിലുള്ള വാസനയും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം 3ാമത്തെ വിസിൽ വന്ന് ഇനി ലെറ്റ് ഇറ്റ് റെസ്റ്റ് ഫോർ 10 minutes. ആക്ച്വലി ഈ പ്രഷറൈസ് കുക്കിങ്ങിൽ ഇപ്പോഴാണ് അത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതുവരെ അത് കുക്കായിട്ടില്ല. നമ്മൾ അതിൻ്റെ അകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ആ പ്രഷർ നിന്ന് ആ ഇറച്ചിയെ ഒന്ന് തളത്തി വേവിച്ചെടുക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ 10 minutes until it's ready. അപ്പോൾ നമുക്ക് തിരക്കുണ്ടെങ്കിൽ ഈ മസാല വേഗം അങ്ങോട്ട് റെഡിയാക്കാം. ഇതിലേക്ക് ഒന്ന് മൂത്ത് ഇതിൻ്റെ വാസനയൊക്കെ പോയി അടി പിടിക്കാൻ തുടങ്ങി. ഇനി വേഗം നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി വേണം. ആ തക്കാളിയുടെ വെള്ളം ഉണ്ടല്ലോ അത് മതി. ഇപ്പോൾ ഈ കുക്കർ തുറക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെള്ളം ആഡ് ചെയ്യണ്ട, നമുക്ക് തക്കാളി കൂടെ അത് ക്രിയേറ്റ് ചെയ്യാം. തക്കാളി കുറച്ചാലും നല്ലത്, തക്കാളി കൂടുതലിടണ്ട. ഈ തക്കാളി ഒന്ന്
ഒന്നിങ്ങനെ വഴറ്റിയാൽ തക്കാളി ഫുള്ളായിട്ട് ഇങ്ങനെ കാണില്ല, അത് ശരിക്കും ഇതിലേക്ക് മേർജ് ചെയ്യും. നമ്മൾ ലിക്വിഡിലേക്ക് തക്കാളി ഇട്ടാൽ എപ്പോൾ തക്കാളി അങ്ങനെ തന്നെ ഇരിക്കും, ബോയിൽഡായിട്ട് റോളായിട്ട് നിൽക്കും. നേരെ മറിച്ച് എണ്ണയിൽ നമ്മൾ തക്കാളി വഴറ്റുമ്പോൾ തക്കാളി ഇങ്ങനെ ഒന്ന് ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മാറ്റി അതൊന്ന് ചുരുങ്ങി അതിൻ്റെ എല്ലാ എസൻസസും ഗ്രേവിയിലേക്ക് കൊടുത്ത് തക്കാളി ചുരുങ്ങി അവിടെ നിന്നോളും. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടി മസാലയൊക്കെ റെഡിയായി. ഇനി കുക്കർ മട്ടൺ വെന്തിട്ടുണ്ടാവും എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് തുറക്കാം. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുക്ക് എഗെയിൻ, അത്രയേ ഉള്ളൂ, വേറെ പേടിക്കാനൊന്നുമില്ല. മട്ടൺ അഥവാ വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി കുക്ക് ചെയ്യണം. അതേമാതിരി എടുത്ത് ഇനി കുക്കിംഗ് ഒന്നുമില്ല, ഇനി നല്ല എല്ലുള്ള മട്ടനാണ്, റെഡിയാണ്. അഥവാ റെഡി അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി കുക്ക് ചെയ്താൽ മതി. ഈ വെള്ളം അടക്കം മട്ടന് എല്ലുള്ള മട്ടനാട്ടോ ഇത്. ബോൺ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രസം. എപ്പോൾ നമ്മൾ ഈ മീറ്റ് കഴിക്കുമ്പോൾ അത് നമ്മളെ സ്റ്റമക്ക് ഫില്ല് ചെയ്യുന്ന സാധനമല്ല, നമ്മളെ വയറ് നിറയ്ക്കുന്ന സാധനം ചോറോ ചപ്പാത്തിയോ അപ്പോ അതായിരിക്കും നമ്മളുടെ വയറ് ഫില്ല് ചെയ്യുന്ന സാധനം. ഇതെല്ലാം അതിൻ്റെ ഒരു സൈഡായിട്ട് കഴിക്കണ സാധനം. അപ്പോൾ അതിനനുസരിച്ചിട്ടേ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ വേണ്ടു. അപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പ് ഇറച്ചി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇനി കൊടുക്കാം. അപ്പോൾ ഉള്ളി നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം താളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല, ബിക്കോസ് ഓൾറെഡി ഉപ്പ് ഇറച്ചിയിലുണ്ട്. അത് വറ്റി വരുമ്പം ഇനിയും ഉപ്പിൻ്റെ ഇത് കൂടി വരും അല്ലേ, വെള്ളം പോയി ഇവാപ്പറേറ്റ് ചെയ്ത് പോയി ബാക്കിയുള്ള മീറ്റിൽ ആ ഉപ്പ് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് മതിയാവും നമ്മളിട്ട തക്കാളിക്കും ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ. ഇത് ഇനി നല്ലോണം ഒന്ന് വറ്റി വന്നാൽ നമുക്കിത് റോസ്റ്റാക്കാം. ഇതിങ്ങനെ തന്നെ എടുത്താൽ മട്ടൻ കറിയായി. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അത് വേറെ കറിയായി. ഇതിനൊന്ന് തേങ്ങ വറുത്തൊഴിച്ചാൽ അത് വേറെ കറിയായി. ഓക്കെ, ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് എല്ലാ കറിയിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളം പോകണം. അപ്പോൾ നമ്മൾ കുക്കറിലിടുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും വെള്ളം കയറുമെന്ന്. ആ വെള്ളം ഇല്ലാണ്ട് വറ്റിച്ച് നമ്മൾ കണ്ടുകൊണ്ട് മീറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലം വരില്ല. ഈ മട്ടൻ നല്ലോണം വരട്ടി കണ്ടോ, നല്ലോണം ഇതായി വന്നിട്ടുണ്ട്, മസാലയായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കാം. അത് നമ്മൾ ഗ്രേവിക്ക് ആവശ്യം പോലെ. ഇതിലേക്ക് നല്ല പൊടിച്ച് വെച്ച് പെപ്പർ, എണ്ണ ഇങ്ങനെ ആയി വരുന്നത് കണ്ടില്ലേ, എണ്ണ ഇങ്ങനെ ഊസ് ചെയ്ത് വരണം. നല്ല ഫ്രഷ് പെപ്പർ ഇടാം. പിന്നെ ഇതിലേക്കൊരു നാരങ്ങ ഉണ്ടെങ്കിൽ, പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് നാരങ്ങ ഒഴിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിനിഷിങ്ങിൽ ഇടേണ്ടത് കേട്ടോ, അതൊന്നും നേരത്തെ ഇടരുത്. നമ്മൾ ഇതുവരെ ഏലക്ക, പട്ട, പൂവ് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് ARൻ്റെ ഫ്ലേവർ മസാലയാണ്, മല്ലി മുളകും ഒക്കെ പൊടിച്ചിട്ടുണ്ടാക്കുന്ന മസാലയാണിത്. നമ്മൾ ഇതുവരെ ഒരു ഗരം മസാലയും ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഗരം മസാല. ഇത് ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക ഇങ്ങനത്തെ നമ്മളുടെ ഒരു 5-8 സ്പൈസസ് കൂടി പൊടിച്ച ഒരു പൊടിയാണ്, അതാണ് ഇടേണ്ടത്. അല്ലാണ്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ബിരിയാണി മസാല എന്താ, ഗരം മസാല എന്താ. ഗരം മസാല ഇതേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ പിഞ്ച്, 1 കിലോ മീറ്റിന് 1 സ്പൂണിൻ്റെ മേലെ വേണ്ട. ഓക്കെ, അപ്പോൾ ഗരം മസാല ഇട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് ഇട്ട് ഇനി നാരങ്ങ ഒഴിച്ച്, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടത്. ഓക്കെ, നല്ല വരട്ടിയതായി, നല്ല വരട്ടിയത് സെർവ് ചെയ്യാം നമുക്ക്. ഇനി പുളി ഒന്നും കൂടി നോക്കിയിട്ട്, എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ പുളി നോക്കുമ്പോൾ ഗുഡ്, ആവശ്യത്തിൻ്റെ പുളിയുണ്ട്. കുറച്ചും കൂടി പുളി ഇസ് നൈസ്. ഓക്കെ, അപ്പം മട്ടൻ റോസ്റ്റ് റെഡിയായി. ഇതാ, ഇപ്പം കുറേ ആൾക്കാരെ എന്നോട് മട്ടൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ. ഇനിയിപ്പം മട്ടൻ ഇല്ലെങ്കിൽ ഇതേ സ്റ്റൈലിൽ ചിക്കൻ ചെയ്യാം, ബീഫും ചെയ്യാം. അപ്പോൾ പെപ്പർ റോസ്റ്റ് മട്ടൻ ഫ്രൈ റെഡി. അപ്പം hope you all enjoyed this recipe. ഇനിയും പുതിയ പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് ഇനിയും കാണാം. Until then, goodbye from Abida Rashid.